എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ള 2026 വിഷുവർഷഫലം ആണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. 27 നക്ഷത്രത്തിലെ ആദ്യത്തെ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിൻ്റെ ഫലമാണ് ആദ്യം പറയാൻ പോകുന്നത്. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണകരമായ കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. പ്രധാനമായും കടബാധ്യതകൾ മാറി സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയാൻ സാധ്യത കാണുന്നു. കൂടാതെ ഭൂമി സംബന്ധമായി ഉയർച്ച സംഭവിക്കുന്ന ഒരു കാലമാണ് 2026 വിഷുവർഷം. സ്ത്രീകൾക്ക് ത്വക്ക് രോഗസംബന്ധമായ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്കോ വളരെ നല്ല കാലമാണ് ഈ 2026. വിദ്യാർത്ഥികളായിട്ടുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായി നല്ല ഉയർച്ചയും പുതിയ അറിവുകൾ പഠിക്കുന്നതിനും പറ്റിയ ഒരു സമയമാണ് 2026. കുടുംബജീവിതം നയിക്കുന്ന അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീ ആയിരുന്നാലും പുരുഷനായിരുന്നാലും അവർക്ക് കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ വരുന്ന ഒരു കാലമാണ് ഈ വിഷുവർഷം. മൂന്നാമതായിട്ടുള്ള ഒരാളുടെ ഇടപെടൽ മൂലമാണ് അസ്വാരസ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത. എന്നാൽ ആ പ്രശ്നങ്ങൾ അധികകാലം നീണ്ടു നിൽക്കുകയില്ല. ഭാര്യ ഭർത്താവിൽ നിന്ന് പിണങ്ങിയോ ഭർത്താവ് ഭാര്യയിൽ നിന്ന് പിണങ്ങിയോ പോകാനുള്ള അവസരം ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കുക. അശ്വതി നക്ഷത്രക്കാരുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ സഹോദരങ്ങൾക്കോ എന്തെങ്കിലും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഗുണകരമായ ഒരു വർഷമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന അശ്വതി നക്ഷത്രക്കാർക്ക് 100-ൽ 60% ആളുകൾക്കും ഈ വർഷം ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. കൂടുതലായി ശ്രമിക്കുന്നവർക്ക് എന്തായാലും ഈ വർഷം ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ട്രാൻസ്ഫറിന് ശ്രമിക്കുന്ന അശ്വതി നക്ഷത്രക്കാരുണ്ടെങ്കിൽ അവർ ഈ വർഷം നവംബർ 13 ശേഷം ശ്രമിച്ചാൽ തീർച്ചയായും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായ അശ്വതി നക്ഷത്രത്തിലുള്ള പെൺകുട്ടികൾക്ക് ഈ വർഷം അനുകൂലമായ സമയമാണ്. എന്നാൽ പുരുഷന്മാരെ സംബന്ധിച്ച് ആദ്യത്തെ 6 മാസ കാലയളവ് സെപ്റ്റംബർ വരെയുള്ള കാലയളവാണ് അനുകൂലമായ സമയം. ഈ 6 മാസ കാലയളവിൽ നോക്കിയാൽ പുരുഷന്മാർക്ക് നല്ല ബന്ധങ്ങൾ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീ ആയാലോ പുരുഷനായാലോ പ്രണയബന്ധങ്ങളിൽ നിങ്ങളുടെ കയ്യിലെ തെറ്റ് മൂലം തന്നെ എന്തെങ്കിലും ശിഥിലമാവാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ പുതിയ പ്രണയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയും കാണുന്നു. ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അവർക്ക് ഈ വർഷം അത്ര നല്ല കാലയളവല്ല. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചതി പറ്റുവാനുള്ള സാധ്യതകൾ വളരെയധികം കാണുന്നു. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ പുരുഷന്മാർക്ക് അഗ്നി, വാഹനം, വൈദ്യുതി ഇവയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഇതിൽ നിന്നുമൊക്കെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം കൂടുതൽ ഗുണകരമായ കാര്യങ്ങളാണ് ഉള്ളത്. ദോഷങ്ങൾക്ക് പ്രതിവിധിയായി വിഘ്നേശ്വര ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. വിഘ്നേശ്വര ഭഗവാന് വേണ്ട വഴിപാടുകൾ നടത്തുകയും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ സരസ്വതി ദേവിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും വേണം. ഉറങ്ങുന്നതിന് മുമ്പ് സുബ്രഹ്മണ്യ ഗായത്രിയോ അല്ലെങ്കിൽ കൃഷ്ണ ഗായത്രിയോ ജപിച്ചിട്ട് ഉറങ്ങുക. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനുള്ള പല നെഗറ്റീവ്സിനെയും മാറ്റിക്കളയും. ആർക്കെങ്കിലുമൊക്കെ അന്നം ദാനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് 2026 വിഷുവർഷം വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.